ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 69 രാസക്രീഡ. ശ്ലോകം 7. കാപി ഗണ്ഡഭുവി സന്നിധായ നിജ ഗണ്ഡമാകുലിതകുണ്ഡലം പുണ്യപൂരനിധിരന്വവാപ തവ പൂഗചർവിതരസാമൃതം ഇന്ദിരാവിഹൃതിമന്ദിരം ഭുവനസുന്ദരം ഹി നടനാന്തരേ ത്വാമവാപ്യദധുരംഗനാ കിമുന സമ്മതോന്മദദശാന്തരം. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. കാപി ഗണ്ഡഭുവി സന്നിധായ നിജഗണ്ഡം ആകുലിത കുണ്ഡലം പുണ്യപൂര നിധിർ അന്വവാപ തവ പൂഗ ചർവിത രസാമൃതം ഇന്ദിരാവിഹൃതി മന്ദിരം ഭുവനസുന്ദരം ഹി നടനാന്തരേ ത്വാം അവാപ്യ ദധുർ അംഗനാ കിമു ന സമ്മതോന്മദ ദശാന്തരം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. പുണ്യപൂരനിധി പുണ്യത്തികവിന് പാത്രമായ ക അപി വേറൊരു ഗോപിക തവ അങ്ങയുടെ ഗണ്ഡഭുവി കവിളിൽ ആകുലിത കുണ്ഡലം കർണാഭരണം ഇളകി ആടത്തക്കവിധം നിജഗണ്ഡം തൻ്റെ കവിൾത്തടം സന്നിധായ ഉറപ്പിച്ചു വെച്ചു പൂഗചർവിത രസാമൃതം താമ്പൂലം ചവച്ചരച്ചതിൻ്റെ രസമാകുന്ന അമൃതം അന്വവാപ അനുഭവിച്ചു അങ്കന സ്ത്രീകൾ ഇന്ദിരാവിഹൃതി മന്ദിരം ലക്ഷ്മീദേവിയുടെ ക്രീഡാരംഗവും ഭുവനസുന്ദരം ലോകസുന്ദരവുമായ ത്വാം അങ്ങയെ നടനാന്തരെ നൃത്തത്തിനിടയിൽ അവാപ്യ പ്രാപിച്ചിട്ട് കിമു എന്തെന്തു സമ്മതോന്മദ ദശാന്തരം സന്തോഷം കൊണ്ടിളകിയ അവസ്ഥാഭേദങ്ങളെ ന ദധു ഹി പ്രാപിച്ചില്ല. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. കാപി ഗണ്ഡഭുവി ണ്ട ഡ് എന്നാണ്. ഭുവി എന്നുള്ളതിൻ്റെ ഭൂന്ന് നന്നായിട്ട് ഊന്നി പറയണം. സന്നിധായ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നിജഗണ്ഡം നിജഗണ്ഡമാകുലിത കുണ്ഡലം ഒന്നിച്ചിട്ട് ചൊല്ലണത്. ഗണ്ഡം എന്നുള്ളതിൻ്റെ ഡ് ഒട്ടും ഊന്നരുത്. ആകുലിത കുണ്ഡലം ചേർത്തിട്ട് നിജഗണ്ഡമാകുലിത കുണ്ഡലം കുണ്ഡലം എന്നുള്ളതിൻ്റെയും ഡ് എന്നാണ്. പുണ്യപൂര നിധിരന്വവാപ ചേർത്തിട്ട് പുണ്യപൂര നിധിരന്വവാപ ന്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. പൂരനിധി എന്നുള്ളതിൻ്റെ ധീന്ന് നന്നായിട്ട് ഊന്നി പറയണം. പൂഗചർവിത രസാമൃതം പൂഗചർവിത രസാമൃതം ചർവിത വി മെല്ലെ നൂന്നി പറയണം. ഇന്ദിരാവിഹൃതി മന്ദിരം ചേർത്തിട്ട് ഇന്ദിരാവിഹൃതി മന്ദിരം ഇന്ദിര എന്നുള്ളതിൻ്റെ ഡ് എന്നാണ്. അതേപോലെ മന്ദിരം എന്നുള്ളതിൻ്റെയും ഡ് എന്നാണ്. ഭുവനസുന്ദരം ഭുവനസുന്ദരം ഒന്നിച്ചിട്ടൊരു വാക്കാണ്. ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഇവിടെ അതേപോലെ സുന്ദരം എന്നുള്ളതിന് ഡ് എന്നാണ്. ഹി നടനാന്തരേ ത്വാം അവാപ്യ ചേർത്തിട്ട് ത്വാം അവാപ്യ ദധുരംഗന അവിടെ നീട്ടിയിട്ട് വിസർഗം ദധു ദ എന്നുള്ളത് ദയൽത്തെ ധു എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ദധുരംഗന നീട്ടിയിട്ട് വിസർഗം കിമു ന സമ്മതോന്മദ ദശാന്തരം സമ്മ എന്നുള്ളതിൻ്റെ മാന്ന് മെല്ലെ നൂന്നണം. സമ്മതോന്മദ ദശാന്തരം അങ്ങനെ നിർത്താം.
കാപിഗണ്ഡഭുവി സന്നിധായ നിജഗണ്ഡമാകുലിതകുണ്ഡലം പുണ്യപൂരനിധിരന്വവാപ തവ പൂഗചർവിതരസാമൃതം ഇന്ദിരാവിഹൃതി മന്ദിരം ഭുവനസുന്ദരം ഹി നടനാന്തരേ ത്വാമവാപ്യദധുരംഗനാ കിമു ന സമ്മതോന്മദദശാന്തരം. അടുത്തത് 8ാമത്തെ ശ്ലോകം. ഗാനമീശ വിരതം ക്രമേണ കില വാദ്യമേളനമുപാരതം ബ്രഹ്മസമ്മതരസാകുലാസദസി കേവലം ന നൃതുരംഗനാ നാവിദന്നപി ച നീവികാം കിമപി കുന്ദളീമപി ച കഞ്ജുളീം ജ്യോതിഷാമപി കദംബകം ദിവി വിളംബിതം കിമ പരം ബ്രുവേ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ഗാനം ഈശ വിരതം ക്രമേണ കില വാദ്യമേളനം ഉപാരതം ബ്രഹ്മ സമ്മത രസാകുലാ സദസി കേവലം ന നൃതുർ അംഗനാ നാവിദൻ അപി ച നീവികാം കിമപി കുന്ദളീം അപി ച കഞ്ജുളീം ജ്യോതിഷാം അപി കദംബകം ദിവി വിളംബിതം കിമ പരം ബ്രുവേ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഈശ ദേവ, ഗാനം പാട്ട്, വിരതം അവസാനിച്ചു, ക്രമേണ തുടർന്ന്, വാദ്യമേളനം വാദ്യങ്ങളുടെ ചേർച്ച, ഉപാരതം കില നിന്നുപോയി, സദസി നൃത്തരംഗത്ത്, അംഗനാ ഗോപികമാർ, ബ്രഹ്മസമ്മത രസാകുല ബ്രഹ്മാനന്ദമാകുന്ന രസത്താൽ അവശരായി, കേവലം വാദ്യമേളങ്ങൾ കൂടാതെ, ന നൃതു നൃത്തം ചെയ്തു, അപി ച മാത്രവുമല്ല, നീവികാം ഉടുതുണിയുടെ കെട്ടഴിഞ്ഞതും, കുന്തളീം തലമുടിയഴിഞ്ഞതും, കഞ്ചുളീം അപി മാരത്തുള്ള വസ്ത്രം പോയതും, കിമപി ഒട്ടും തന്നെ, ന അവിദൻ അറിഞ്ഞില്ല, ജ്യോതിഷാം ജ്യോതിസുകളുടെ, കദംബകം അപി കൂട്ടവും, ദിവി ആകാശത്തിൽ, വിളംബിതം അസ്തമിക്കാതെ നിന്നു, അപരം കിം മറ്റെന്ത്, ബ്രുവേ ഞാൻ പറയുന്നു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ഗാനം ഈശ, അത് ചേർത്തിട്ടാണ് ഗാനമീശ. വിരതം ക്രമേണ കില വാദ്യമേളനം ഉപാരതം ചേർത്തിട്ട് വാദ്യമേളനമുപാരതം. ബ്രഹ്മ എന്നുള്ളത് നമ്മൾ നിറയെ പഠിച്ചതാണ്. ഹ മ എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. പക്ഷെ നമ്മളത് ഉച്ചരിക്കുമ്പോൾ മ ഹ എന്ന് വരണം. ബ്രഹ്മ സമ്മത 2 മാന്നുണ്ട്, ഒന്ന് മെല്ലെ ഊന്നി പറയണം. സമ്മത രസാകുല, അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ സദസി എന്നുള്ളതിന് ഒരു സാന്ന് മതി, ചേർത്ത് ചൊല്ലുമ്പോൾ സദസി അങ്ങനെ വരും. കേവലം ന നൃതുർ അംഗനാ, അവിടെ നീട്ടിയിട്ട് വിസർഗം, ചേർത്ത് ചൊല്ലുമ്പോൾ കേവലം ന നൃതുരംഗനാ. നാവിദൻ അപി ചേർത്തിട്ട് നാവിദന്നപി ച നീവികാം കിമപി കുന്തളീം അപി ചേർത്തിട്ട് കുന്തളീമപി ച കഞ്ചുളീം, ഞ്ചു എന്നുള്ളത് ഞാ ച എന്നാണ്. ജ്യോതിഷാം അപി ചേർത്തിട്ട് ജ്യോതിഷാമപി, ജിയോ എന്നുള്ളത് ശ്രദ്ധിച്ചോളൂ, ജ്യ നവള ചിഹ്നം. ജ്യോതിഷാം അപി ചേർത്ത് ജ്യോതിഷാമപി, കദംബകം ദ എന്ന് ദയേൽത്തെ, കദംബകം ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ദിവി വിളംബിതം, അതൊന്നിച്ച് ചൊല്ലണം, അത് വിളംബിതം
വീന്ന് കഴിഞ്ഞിട്ട് ചെറിയ വരട്ടിട്ടാണ് അടുത്തത് എഴുതിയിരിക്കുന്നത്. അത് ഒന്നിച്ചൊരു വാക്കാണ്. വിളംബിതം കിമപരം ബ്രുവേ, അങ്ങനെ നിർത്താം. ഗാനമീശ വിരതം ക്രമേണ കില വാദ്യമേളനമുപാരതം ബ്രഹ്മസമ്മതരസാകുലാസദസി കേവലം നൃതുരംഗനാ നാവിതന്നപി ച നീവികാം കിമപി കുന്ദളീമപി ച കഞ്ജുളീം ജ്യോതിഷാമപി കദംബകം ദിവി വിളംബിതം കിമപരം ബ്രുവേ. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.